മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുമല്ലോ. പിണറായിയുടെ ഗൺമാൻ അടിച്ചതിന് പിണറായി തന്നെ നോട്ടമിട്ടിരുന്ന ഒരു ഓഫീസർ ഷൗക്കത്ത് അലി സാറിനെ കൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തേക്ക് രൂപീകരിച്ച് രമേശ് ചെന്നിത്തല ആരംഭിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച ഗൺമാനെതിരായിട്ടുള്ള അന്വേഷണം. അതുപോലെ തന്നെ നവകേരള യാത്രയിലെ മുഴുവൻ അടികളും മിക്കവാറും ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിനുള്ള ഒരു നല്ല പണിയാണല്ലോ തുടങ്ങിയിരിക്കുന്നത്, അത് പിണറായിക്ക് നേരെ പിണറായി ആക്രമിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ തിരിച്ചു വെച്ചുകൊണ്ട്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലാദ്യം ഈ പറഞ്ഞ പോലെ ഷൗക്കത്ത് അലിയെ കുറിച്ച് നമ്മൾ കേരള പോലീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പോലീസ് സംവിധാനത്തിന് അകത്ത് ഈ ഷൗക്കത്ത് അലിയെ പോലെയൊക്കെയുള്ള പോലീസ് ഓഫീസർമാരുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കേരള പോലീസ് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരുപാട് ഈ പുഴുക്കുത്തുകളിൽ നിന്നൊക്കെ പുറത്തു വരിക. കാരണം ഈ ഷൗക്കത്ത് അലി വളരെ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഈ ഷൗക്കത്ത് അലി ആദ്യം കേരളം ശ്രദ്ധിക്കുന്നത് കൊടിസുനിയെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ. അതുപോലെ തന്നെ എനിക്കൊന്ന് മറ്റേ മോഹനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പിടിക്കുന്ന ആ സമയത്ത്. അതെ, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിന്നെ പ്രതിയായിരുന്നല്ലോ കൊടിസുനിയെയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു മോഹനെ എന്ന റോഡിന് നടുവിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ പേരെടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ്, വളരെ സത്യസന്ധനായ. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഒരു ഈ പോലീസിങ് എന്ന് പറയുന്ന ആ പ്രൊഫഷനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ആ ട്രെയിനിങ്ങിലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു താല്പര്യത്തോടുകൂടി ഈ സേനയിൽ വന്ന വ്യക്തിയാണ്. അതിനുശേഷം അത് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ 2014 ശേഷമാണെന്ന് തോന്നുന്നില്ലേ അദ്ദേഹം പിന്നെ NIA-യിലേക്ക് പോയിരുന്നു. അപ്പോൾ അവിടെ നല്ല അനുഭവ സമ്പത്ത് ഉണ്ടായിട്ടുണ്ടാവും. തിരിച്ചിവിടെ വന്നിപ്പോൾ ആലപ്പുഴ SP ആയിരിക്കുന്ന ക്രൈംബ്രാഞ്ച് SP ആയിരിക്കുന്ന സമയത്താണ് ലോ ആൻഡ് ഓർഡറിലേക്ക് പോയിട്ടില്ല. കാര്യം പിണറായിക്ക് അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനാണ് ഇപ്പം ഈ ആലപ്പുഴയിലെ ഗൺമാന്മാർ തല്ലിച്ചതച്ച കേസുണ്ടല്ലോ, AD തോമസിനെയും അതേപോലെ തന്നെ മറ്റേ കുര്യാക്കോസിനെയും. അപ്പോൾ ഇവരെ തല്ലിച്ചതച്ച കേസ് അന്വേഷിക്കാനായിട്ട് UDF ഗവൺമെൻറ് വന്നതിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ആ ഡിസിഷൻ എടുത്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നയിക്കുന്നത് ഷൗക്കത്ത് അലിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു പ്രതികാര നടപടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സതീശൻ പറയുകയുണ്ടായി ഞങ്ങൾക്കൊന്നും മറക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് കേരളത്തിലെ ജനതയ്ക്ക് പോലും ആർക്കും മറക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല അത്. കാരണം മനുഷ്യത്വരഹിതമായൊരു നടപടിയായിരിക്കും. മാത്രമല്ല ഈ പോലീസ് അടിക്കേണ്ടത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു അൺറൂളി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനെ ഒഴിവാക്കാനായിട്ടാണ് അടിക്കേണ്ടത്. ഇതല്ല, ഒരു പിന്നെ മുയലിനെ പോലെ അല്ലെങ്കിൽ എലികളെ പോലെയൊക്കെ പേടിച്ചിരുന്ന് അടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ഈ ഗുജറാത്ത് കലാപത്തിലെ 1-2 ചിത്രങ്ങളാണ് നമ്മൾ ഓർമ്മ വരുന്നത്. അതേപോലെയുള്ള മുഖഭാവത്തോടുകൂടി ചുരുങ്ങിക്കൂടി ഇരിക്കുന്നവരുടെ തലയട്ടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ചെടിച്ചട്ടി ഹെൽമെറ്റ് എന്തൊക്കെയാണ് ഹെൽമെറ്റ് മാത്രമല്ല, അത് വെറും ലാത്തിയല്ല, മുളക്കഷ്ണമായിരുന്നു സാധനം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഗുണ്ടാ സംഘം പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പൊടിപ്പോന്ന ആ ഒരു കാറിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ അടിക്കുന്ന അയാളുടെ ഫിസിക്ക് തന്നെ കണ്ടാൽ അറിയാം. തലയിലേക്ക് അടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈസ് എ ക്രിമിനൽ. ആ രണ്ടുപേരും അല്ല, ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ ആളാണെന്ന് തോന്നുന്നു കൂടുതൽ അടിച്ചത്, അനിൽകുമാർ സന്ദീപ് അല്ലേ. അപ്പോൾ ഇവർ ക്രിമിനൽസാണ്, ക്രിമിനൽ മൈൻഡാണ് അവരുടെ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതല്ലെങ്കിൽ കാരണം അവിടെ നിന്ന് ലോക്കൽ പോലീസ് ശ്രദ്ധിച്ചിരുന്നു. ലോക്കൽ പോലീസ് അവരെ പിടിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇവരും ഈ പറഞ്ഞതുപോലെ ഈ കാറിന് നടുക്ക് കയറിയിട്ട് കാറിനെ സ്റ്റോപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ തടഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഉദ്ദേശമില്ല. ആകെ 2 പേര് മാത്രമല്ല, 2-3 പേര് മാത്രമേ. ഒരു കരിങ്കൊടി എടുക്കുക, ഒന്ന് കാണിക്കുക. ചാനലുകളുടെ കാലമാണല്ലോ, ചാനലുകൾ വരും, 2 മുദ്രാവാക്യം വിളി, പോലീസ് പിടിക്കുന്നു. ആ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പ്രതിഷേധം രേഖപ്പെടുത്തുക. പിന്നെ ചെറുപ്പക്കാരാണ്, അതിൻ്റെതൊരു ഊർജ്ജവും തമാശയൊക്കെ ഉണ്ടാവും. അതിനപ്പുറം രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ലോക്കൽ പോലീസുകാരുടെ പിടുത്തത്തിൽ തന്നെ അവർ വലിയ അധ്വാനമൊന്നും ചെയ്തില്ല. പതുക്കെ പിടിച്ച് തള്ളി കൊണ്ടുപോകുമ്പോഴാണ് ഈ ചങ്ങാതിമാർ ഇറങ്ങിയിട്ട് കാറിനകത്തുനിന്ന് ഈ എന്താ കുതിച്ചിറങ്ങിയിട്ടാണ് ഒന്ന് അടിക്കുന്നത്. ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു അടിയൊക്കെ കൊണ്ടിട്ട് അവരുടെ സംസാരശേഷിയും മറ്റുമൊക്കെ അത് മരിച്ചു പോകായിരുന്നു എൻ്റെ ഭാഗ്യം. കാര്യം അത്രയും വലിയ അടിയൊക്കെ തലകൊണ്ട് പൊട്ടി തലച്ചോറിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കാര്യം എന്നാൽ പോലും ചത്താൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള അധികാരത്തിനോട് ചേർന്ന് നിൽക്കുന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ. അവിടെയാണ് നമ്മൾ ഈ പിണറായി വിജയൻ പരാജയപ്പെട്ടത്. അവിടെയാണ്
പിണറായി വിജയൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കേരള ജനത ബോധപൂർവമായിട്ട് ബുദ്ധിജീവികളിനകത്ത് മനസ്സിലാക്കിയില്ലെങ്കിലും അവരുടെ ആ അബോധ മനസ്സിലേക്ക് കയറിക്കൂടിയത് അങ്ങനെയാണ്. കാര്യം ഈ മുഖ്യമന്ത്രി ഒരു നീതിമാനായ, അല്ലെങ്കിൽ അത്യാവശ്യം വലിയ നീതിമാനൊന്നും വേണ്ട, ഒരു ലേശം മനുഷ്യത്വമുള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പോലീസുകാരിങ്ങനെ ചെയ്യാൻ ധൈര്യപ്പെടില്ല. ഉദാഹരണത്തിന് ചില ഉദ്യോഗസ്ഥരുണ്ട്, ഇപ്പം ചില മന്ത്രിമാരുടെ വണ്ടി പോകുന്ന കാണാം, ഒട്ടിച്ച് കത്തിച്ചു വിട്ടാണ് പോകുന്നത്. അത് അധികാരത്തിൻ്റെ അഹങ്കാരമാണ് സാധനം. ഇപ്പം ചില സന്ദർഭങ്ങളിൽ ചില ഉദ്യോഗസ്ഥർക്കും പോലീസിനൊക്കെ പെട്ടെന്ന് പോണ്ടി വരും, അത് ചില അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ആംബുലൻസ് ഒന്നും നമ്മളെല്ലാം വണ്ടി കൊടുക്കാറില്ല, എല്ലാവരും കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ ഭരണാധികാരികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ പെട്ടെന്ന് പോകേണ്ടി വരുവാണെങ്കിൽ അതിന് അലാം കാണിച്ചിട്ട് അങ്ങനെയുള്ള ഫ്രണ്ടിലേക്ക് പോകും. അതല്ലാതെ ചിലർ അതിവേഗത്തിൽ പോകുന്നത് ഈ അതിനകത്ത് യാത്ര ചെയ്യുന്ന അധികാരിയുണ്ടല്ലോ, ആ അധികാരിയുടെ അനുവാദമാണത്. ആ അധികാരിയാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലാതെ യാന്ത്രികമായിട്ട് ഡ്രൈവർ ഓടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇയാളതിനകത്ത് ഇരിപ്പുണ്ട്, അധികാരമുണ്ട്, വിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അവിടെയാണ് ഇത് നമ്മൾ കാണേണ്ട സ്ഥാനം. പിണറായി വിജയൻ എന്ന ഒരു വ്യക്തി അതിനെ എന്നിട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു നോർമലായൊരു സംശയം അന്ന് മുതലുള്ള സംഗതിയാണ്. ഈ പിണറായി വിജയൻ്റെ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കുട്ടികളുമൊക്കെ, ചെറുമക്കളും ഒക്കെ ഈ സംഭവത്തെ കണ്ടിട്ട് അവരെങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും അവർക്കും അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇപ്പം MP ഗോവിന്ദൻ മാഷിൻ്റെ മകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല, അച്ഛൻ്റെ ശരീരഭാഷ ശരിയല്ല ഇല്ലേ? അപ്പോൾ ഇത് സ്വന്തം വീട്ടിലുള്ളവർ പോലും അംഗീകരിക്കുന്ന ഒരു നടപടിയായിരുന്നില്ല കാണിക്കുക. അത് ഒരിക്കലും അവനവന് തന്നെ അറിയാം സാറേ, ആരെ പറ്റിച്ചാലും നമ്മളെ സ്വയം പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഒരു നിഷ്ഠുരതയാണ്. ആ നിഷ്ഠുര അവിടെയാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത്. കാര്യം ഒരിക്കലും മൃഗങ്ങളിങ്ങനെ ചെയ്യില്ല. മൃഗങ്ങൾ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവന് പേടി വരുമ്പോഴോ മാത്രമാണ് ആക്രമിക്കുന്നത് അല്ലേ? അതല്ലെങ്കിൽ മൃഗങ്ങളിങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. വിനോദത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു അധികാരം എന്ന് പറയുന്ന ഒരു സംഗതിയുടെ പേരിൽ ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് കേരള പോലീസിൽ ഇതുപോലുള്ള ക്രിമിനൽസ് ധാരാളം ഇപ്പോഴും ഉണ്ട്. ഈ ക്രിമിനൽസ് ഉൾപ്പെട്ട പോലീസ് സേനയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു എന്ന് പറഞ്ഞത് കേട്ടു അല്ലേ? ഈ ഇത്തരത്തിലുള്ള തലയ്ക്കടിയും ആൾക്കാരെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രക്രിയയുണ്ടല്ലോ, അത്തരം പോലീസ് സേനയിൽ വേണ്ടെന്നുള്ളത്. അത് തന്നെയല്ലേ മറ്റേ ഇവിടെ ഈ SFIക്കാരെ ന്യൂ ഇയർ ഡേയിലെന്ന് ഒരു പോലീസുകാരൻ, ആ പോലീസുകാരൻ എന്നിട്ട് SFIക്കാർ തിരിച്ച് മാളിലിട്ടടിച്ചു. അതും അങ്ങേയറ്റത്തെ ഗുണ്ടായുസത്തിൻ്റെ പ്രശ്നമാണ്. മനസ്സിലായില്ല? രാഷ്ട്രീയമല്ല, അതും ഈ അധികാരത്തിൻ്റെയാണ്. അത് ഞങ്ങളുടെ നേതാവാണ് അധികാരത്തിരിക്കുന്നത്, ഏത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അക്രമങ്ങൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നൊരു തോന്നലുണ്ട്. സാറേ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് പാളയത്ത് വെച്ചിട്ട് പോലീസുകാരെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ വന്ന് അടിക്കുന്നത്. ആ അടിച്ച SFIക്കാർ തന്നെയാണ് പിന്നീട് മറ്റേ ചോദ്യ പേപ്പർ ചോർച്ചയും PSC പരീക്ഷയിലെ ക്രമക്കേടൊക്കെ നടത്തി പിടിയിലാവുന്നത്. അതാണ് അല്ല, ഏത് വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാലും ഏത് ആക്രമണങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാട് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് അത് ഒരു രസമാണ്, അദ്ദേഹം അതിനെ അനുകൂലിക്കുന്നു, അദ്ദേഹം ഈ വയലൻസിനോട് ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് എന്നൊരു ധാരണ ഇവർക്കെല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാർ, ഇതിൻ്റെ തുടക്കം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ സാറിന് ഒരു വിഷയം മനസ്സിലാവും. വാടിക്കൽ രാമകൃഷ്ണൻ്റെ പുറന്തലയിൽ കൂടം കൊണ്ടടിച്ചതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അയാളുടെ ചോര ഇങ്ങനെ ചീറ്റി ഒഴുകിയത് കണ്ടതിൻ്റെ സുഖം, അതിൽ നിന്ന് തുടരുന്നതല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാൽ ഇത് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഗതിയാണത്. കാര്യം ഈ അടി ഓരോ മലയാളിയുടെയും തലയ്ക്കാണ് കൊണ്ടത്. അത് കണ്ടുകൊണ്ടിരിക്കുക. ചില സിനിമയിലൊക്കെ എഴുതി കാണിക്കത്തില്ല, വയലൻസ് രംഗങ്ങളുണ്ട്. ഇപ്പം വാർത്തയിൽ തന്നെ കാണിക്കും, ഡിസ്റ്റർബിങ് വിഷ്വൽസ് ഉണ്ടാവും, താല്പര്യമില്ലാത്തവർ കാണരുതെന്ന് പറയും. എനിക്ക് ചില സാധനങ്ങൾ കാണാനായിട്ട്, ഉദാഹരണത്തിന് ഒരു ഇവിടെ ചിക്കിങ്ങിൻ്റെ പരസ്യമില്ലേ, ആ പരസ്യത്തിനകത്ത് ഞാൻ പണ്ട് അതിഭീകരമായിട്ട് ഇറച്ചി കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് എനിക്ക് ഇറച്ചി പെട്ടെന്ന് മനംമറിച്ച് നിർത്തിയതാണ്. അതുകൊണ്ട് ഈ ചിക്കിങ്ങിൻ്റെ പരസ്യം വരുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് കളയും. കാര്യം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ അടി കാണുന്ന ഓരോ സമയത്തും നമ്മുടെ ബോഡിയിലൊരു ഞെട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് മനുഷ്യനുണ്ടാവേണ്ട ഒരു സാധനമാണ്. അതുപോലും ഇല്ലാത്ത ഒരു ഭരണാധികാരിയുടെ ആ അധികാരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ആ രണ്ട് പേരിലും കണ്ടത്. അപ്പോൾ ഇതേപോലെ ഇത് പോലീസിൽ ധാരാളമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ലോക്കപ്പ് മർദ്ദനമാണെങ്കിലും
പിന്നെ അതുപോലെ ഉപയോഗിക്കുന്ന ഭാഷ ഒരു മനുഷ്യരാണോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. അതാ ഈ ചില ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയാറുണ്ട്, ചില പ്രതികളെയൊക്കെ വാങ്ങിച്ചിട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് അവരുടെ മാനസികമായിട്ട് അവരെ തളർത്തിക്കളയാൻ വേണ്ടി എടാന്നും വിളിച്ച് 2 തെറിയും വിളിക്കുന്നവർ. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരൊക്കെ വലിയ ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ട് 2 തെറിയും എടാന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവരാകെ തകർന്നു പോകും. അതൊക്കെ പോലീസിൻ്റെ ടെക്നിക്കാന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും പൊതുവേദികളിൽ ഈ പറഞ്ഞതുപോലെ മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വനിതാ പോലീസുകാർ അവരെത്ര മര്യാദയോടുകൂടിയാണ് പെരുമാറുന്നു റോഡുകളിലൊക്കെ, അല്ലേ? ഇപ്പം ഞാൻ പലപ്പോഴും നമുക്ക് കൗതുകപൂർവ്വം നമ്മൾ കണ്ടിരുന്നുണ്ട് ഈ പ്രായമായവരെയും കുട്ടികളെയൊക്കെ ഒരു റോഡ് ക്രോസ് ചെയ്യിക്കുന്ന ഒരു രീതി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വനിതാ പോലീസുകാരെ മാതൃകയാക്കിക്കൊണ്ട് ഇവിടുത്തെ ആൺ പോലീസുകാരന്മാർ സ്വയം മാറുകയും അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനും പോലീസ് തയ്യാറാവണം. വനിതാ പോലീസുകാരന് ആൾക്കാർക്ക് പേടിയില്ല, അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? അല്ല, സ്ത്രീകൾ റോഡിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ചീത്ത വിളിക്കുന്നത് നമ്മൾ അധികം കേൾക്കാറില്ല. അല്ല, ഞാൻ പറഞ്ഞ വനിതാ പോലീസുകാരിൽ ഇവിടുത്തെ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വനിതാ പോലീസുകാരുണ്ടെങ്കിൽ ഒരു ഹെൽപ്പിന് അപ്രോച്ച് ചെയ്യാവുന്നൊരു ധാരണയുണ്ട്. പക്ഷേ ആണുങ്ങളുടെ പോലീസുകാരുടെ അതിനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നമ്മൾ ഈ പിന്നെ എല്ലാ പടിഞ്ഞാറൻ കാര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമുക്കിപ്പോഴും ആ കൊളോണിയൽ പോലീസാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. പോലീസും കളനും കളി എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പം ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു LKG സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ UKGയിലൊക്കെ അല്ലെ 1ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ പഠിപ്പിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ശീലിപ്പിച്ചിരിക്കുന്നതായിട്ട് സംഗതി തൊട്ടടുത്ത പോലീസുകാരനെ കണ്ടിട്ട് അങ്കിൾ ഐ ലോസ് മൈ വേ, ഇന്നതാണ് എൻ്റെ അഡ്രസ്സ് എന്ന് കാണിച്ചു തരുമെന്ന് പറയാനുള്ള ഒരു അവസ്ഥയുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികൾ ഇവിടെയാണെങ്കിൽ നമ്മൾ ഉറക്കുന്നത് എങ്ങനെയാണ്? വേഗം ഉറങ്ങിക്കും, അല്ലേ പോലീസുകാരും വരും, പോലീസ് പിടിക്കുന്ന പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു കൊളോണിയൽ സംസ്കൃതി അല്ലെങ്കിൽ ആ ഒരു ധാരണ ആൾക്കാരുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. നമ്മുടെ ഇടയ്ക്കുള്ള ആൾക്കാർ തന്നെയാണല്ലോ ഈ പോലീസാവുന്നത്, അല്ലേ? ഓരോ പോലീസുകാരനെ കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ അവൻ്റെ ഒരുത്തിനെടുത്ത് ഇടിക്കുന്ന സമയത്ത് എനിക്കൊരു പോലീസുകാരനായി നാളെ ഇങ്ങനെ ഇടിക്കാൻ പറ്റണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണുള്ളൂ. അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്ന ആൾക്കാർ തന്നെയാണ് ഇവരും. അപ്പോൾ അതുകൊണ്ട് പോലീസിലൊരു നല്ല നവീകരണം ആവശ്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തുടക്കമെന്ന നിലയിൽ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെൻറ് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. മേജിസ്ട്രേറ്റ് കോടതിക്ക് മേജിസ്ട്രേറ്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ ഈ മേജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, തെളിവില്ല എന്നൊക്കെ കളവ് പറയണമെങ്കിൽ ഒരു പോലീസ് സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ അവസ്ഥയിൽ വെച്ച് നോക്കും. അത് കണ്ടിട്ടാണ് മേജിസ്ട്രേറ്റ് ഉത്തരവിട്ടത് വീണ്ടും അന്വേഷണം നടത്താനായിട്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് വീണ്ടും അന്വേഷണം നടത്തി ആ മേജിസ്ട്രേറ്റ് കോടതിയിൽ ഉത്തരവ് നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇതിനകത്തുനിന്ന് ഒരു അന്വേഷണ റിപ്പോർട്ട്, എനിക്ക് തോന്നുന്നു ന്യായമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തന്നെ വരും. അത് നടപ്പിലാക്കാനായിട്ട് ഇന്നിപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഷൗക്കത്ത് അലി. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അത് മാത്രമല്ല, അത് ഈ ഷൗക്കത്ത് അലി പോലീസിന് മാത്രമല്ല, ആ ഒരു പ്രൊഫഷനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അയാൾക്ക് അതിൻ്റെ 1ാം റാങ്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് അയാളുടെ ഗ്രാഫ് നോക്കുക, അല്ലേ? NIAയിൽ പോകുന്നു, അവിടെ കാര്യം അത് താല്പര്യമില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. NIAയിലൊക്കെ പോയി കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ അതാ പറഞ്ഞു, വെറൊരു പോലീസുകാർക്ക് ഈ ഷൗക്കത്ത് അലിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കണം ഒരു പ്രൊഫഷനെ കാണേണ്ടതെന്നുള്ളത് കൂടി ഈ ഷൗക്കത്ത് അലി ഉദാഹരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ റിപ്പോർട്ട് കാണാം. അതോടൊപ്പം തന്നെ ഈ പോലീസിലൊരു നവീകരണം അടിയന്തരമായി ആവശ്യമാണ്. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള പ്രിയപ്പെട്ടവർ ഉറപ്പായും അത് ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.